ഇത് രാവിലെ തന്നെ ഷഷ്ഠവ്രതമൊക്കെ അല്ലായിരുന്നു എല്ലാവർക്കും. ഞാൻ വ്രതമൊന്നും ഓർത്തില്ല കേട്ടോ. അപ്പോൾ ഇത് ഷഷ്ഠിയായതുകൊണ്ട് അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നു. എനിക്ക് നല്ല പനിയായ എൻ്റെ തൊണ്ടയൊക്കെ കണ്ടു, ഒരു രക്ഷയില്ല. ഇന്ന് വേറൊന്നുമില്ല, സ്പെഷ്യൽ ഒന്ന് മുരിങ്ങയിലാണ്. മുരിങ്ങയില ഞാൻ മിക്ക വീഡിയോക്കകത്ത് ഞാൻ കാണിച്ചിട്ടുണ്ട്. നേരത്തെ വീഡിയോക്കകത്തൊക്കെ ഞാൻ മിക്ക ദിവസവും മുരിങ്ങയില കഴിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ മുരിങ്ങയില കൂട്ടി കുറേ ദിവസമായി മുരിങ്ങയില കൂട്ടി കഴിച്ചിട്ട്. ഏട്ടൻ വന്നപ്പോൾ ഞാൻ മുരിങ്ങയില കഴിച്ചിട്ടേ ഇല്ല. എനിക്ക് മുരിങ്ങയില കഴിക്കണം, ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് മുരിങ്ങയില കഴിക്കണമെന്ന്. അപ്പോൾ ഞാൻ ഇന്ന് മുരിങ്ങയില മാത്രം കൂട്ടിച്ചിട്ട് ചോറിനാന്ന് വെച്ചു. അപ്പോൾ ഇതെങ്ങനെ ഞാൻ വെക്കുന്നതെന്ന് കാണിക്കാം കേട്ടോ. ഓക്കെ, ഇതൊക്കെ നമ്മൾ ഓരോന്നോട്ട് അടത്തിയെടുക്കണേ. അതൊക്കെ നമുക്ക് അറിയാവുന്ന എൻ്റെ സൗണ്ട് ഒട്ടും വയ്യ. നമ്മളൊന്ന് ഓർക്കരുത്. എല്ലാവരും അമ്പലത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ ഓരോന്നായിട്ട് അടത്തി നമുക്ക് എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണയ്ക്കകത്ത് ഉണ്ടാക്കിയാൽ മതി. പാൻ ചൂടായ ഉടനെ അതിൻ്റെ അത് കൂടെ സവാളയും കൂടെ അരിഞ്ഞിടണം കേട്ടോ. പിന്നെ വറ്റൽമുളകും കൂടെ മതി. എന്നിട്ട് വെളിച്ചെണ്ണ ചൂടായ ഉടനെ കടുക് ഇട്ടിട്ട് വറ്റൽമുളകും കൂടെ ഇട്ടിട്ട് ഈ ചീരയും കൂടെ എടുത്ത് അതിൻ്റെ അകത്തോട്ടിട്ട് നന്നായിട്ട് ചില ഉപ്പും കൂടെ ഇട്ട് മിക്സ് ചെയ്ത് അങ്ങ് അടച്ച് വെച്ചാൽ മതി കേട്ടോ. വേറെ ഒന്നും തേങ്ങയൊന്നും ചേർക്കണ്ടായേ. 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് എല്ലാം ഓക്കെ ആകും. അങ്ങനെ നമ്മുടെ മുരിങ്ങയില മെഴുക്കുവരട്ടി ഇവിടെ റെഡിയായി. ഈ ഒരു കറി മാത്രം മതി ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാം കേട്ടോ. ഞാൻ ഈ ഒരു കറി മാത്രം കൂട്ടി കഴിക്കും, എനിക്കിത് ഇഷ്ടവുമാണ്. ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ഞാൻ മുരിങ്ങയില കഴിക്കാറുണ്ട്. നേരത്തെ എന്നും ഞാൻ കഴിക്കുമായിരുന്നു കേട്ടോ, ഒരുപടി വെച്ച്. ഇപ്പം സത്യം പറഞ്ഞാൽ മടിച്ചിട്ട് ആഴ്ചയിൽ ഒന്നാക്കിയിട്ടുണ്ട്. ഇത് നല്ല ഹെൽത്തി ഫുഡാണ് കേട്ടോ. എല്ലാവരും ഒന്ന് കഴിച്ചു നോക്കണം. എന്നോട് ഡോക്ടർ ദിവസവും എടുത്തിട്ടിങ്ങ് പോരുന്നില്ലല്ലോ ആണ്ട്ര. ഓക്കെ, എന്നോട് ദിവസം ഡോക്ടർ ഇത് കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് എല്ലാവരും കഴിക്കണം. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ, ടാറ്റാ. ഇത് രാവിലെ തന്നെ ഷഷ്ഠവ്രതമൊക്കെ അല്ലായിരുന്നു എല്ലാവർക്കും. ഞാൻ വ്രതമൊന്നും ഓർത്തില്ല കേട്ടോ. അപ്പോൾ ഇത് ഷഷ്ഠിയായതുകൊണ്ട് അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നു. എനിക്ക് നല്ല പനിയായ എൻ്റെ തൊണ്ടയൊക്കെ കണ്ടു, ഒരു രക്ഷയില്ല. ഇന്ന് വേറൊന്നുമില്ല, സ്പെഷ്യൽ ഒന്ന് മുരിങ്ങയിലാണ്. മുരിങ്ങയില ഞാൻ മിക്ക വീഡിയോക്കകത്ത് ഞാൻ കാണിച്ചിട്ടുണ്ട്. നേരത്തെ വീഡിയോക്കകത്തൊക്കെ ഞാൻ മിക്ക ദിവസവും മുരിങ്ങയില കഴിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ മുരിങ്ങയില കൂട്ടി കുറേ ദിവസമായി മുരിങ്ങയില കൂട്ടി കഴിച്ചിട്ട്. ഏട്ടൻ വന്നപ്പോൾ ഞാൻ മുരിങ്ങയില കഴിച്ചിട്ടേ ഇല്ല. എനിക്ക് മുരിങ്ങയില കഴിക്കണം, ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് മുരിങ്ങയില കഴിക്കണമെന്ന്. അപ്പോൾ ഞാൻ ഇന്ന് മുരിങ്ങയില മാത്രം കൂട്ടിച്ചിട്ട് ചോറിനാന്ന് വെച്ചു. അപ്പോൾ ഇതെങ്ങനെ ഞാൻ വെക്കുന്നതെന്ന് കാണിക്കാം കേട്ടോ. ഓക്കെ, ഇതൊക്കെ നമ്മൾ ഓരോന്നോട്ട് അടത്തിയെടുക്കണേ. അതൊക്കെ നമുക്ക് അറിയാവുന്ന എൻ്റെ സൗണ്ട് ഒട്ടും വയ്യ. നമ്മളൊന്ന് ഓർക്കരുത്. എല്ലാവരും അമ്പലത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ ഓരോന്നായിട്ട് അടത്തി നമുക്ക് എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണയ്ക്കകത്ത് ഉണ്ടാക്കിയാൽ മതി. പാൻ ചൂടായ ഉടനെ അതിൻ്റെ അത് കൂടെ സവാളയും കൂടെ അരിഞ്ഞിടണം കേട്ടോ. പിന്നെ